ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നലെ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ 11 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. 11 മണിക്ക് തന്നെ നമ്മൾ കുറ്റിച്ചിറ ബിരിയാണിയിൽ എത്തിയിട്ടുണ്ട്. അവനെന്ത് കുറ്റിച്ചിറ ബിരിയാണി, അവൻ എവിടെ ചെന്നാലും കളിക്കണം കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പോയി ഇരിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നേ. ആ ചേട്ടൻ പ്ലേറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് വെച്ചേ. അങ്ങനെ നമ്മൾ അവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവിടുത്തെ വില പട്ടികയൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് അവരുടെ പ്ലേറ്റിൽ കുറ്റിച്ചിറ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതിരിക്കാനാണോ, ഇനി പ്ലേറ്റ് മാറിപ്പോകാതിരിക്കാനാണോ എന്നറിയത്തില്ല. അതിനുശേഷം എന്തായാലും നമ്മളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യത്തെ ബിരിയാണി വിളമ്പി, രണ്ടാമത്തെ ബിരിയാണി വിളമ്പി, അതിനുശേഷം ഇന്ന് എനിക്ക് ലാസ്റ്റാണ് എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയത്. പിന്നെ നമ്മുടെ സ്ഥിരം പ്രഹസനമായിട്ടുള്ള നമ്മുടെ ഇറച്ചി കഷ്ണം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാക്ക കൊത്തിയതുപോലെയാണ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ അതൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ബിരിയാണി കഴിക്കണ്ടേ, ബിരിയാണി കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ട്രിവാൻഡ്രത്തെ അജ്വ ബിരിയാണിയുടെ ഏകദേശമൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം നമ്മുടെ ബില്ലെത്തി. ബില്ല് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് സന്തോഷമായി. പിന്നെ ബാക്കി ഇരുന്ന ബിരിയാണി കൂടെ നമ്മൾ തൂത്ത് വിറക്കി കഴിച്ചേ. അതിനുശേഷം നമ്മളിത് കൈ കഴുകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തിനാണ് ഈ പൈപ്പ് വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല ഫുഡ് കഴിച്ചതല്ലേ, ഇച്ചിരി കഷ്ടപ്പെട്ട് കൈ കഴിക്കുമെന്നായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ സ്ഥിരം പരിപാടിയിട്ടുള്ള അവൻ ഫുള്ള് കഴിച്ചില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് പാഴ്സലും മേടിച്ചതിന് ശേഷം ഇനിയിപ്പോൾ എന്താണെന്നറിയാവോ, ഇനി അടുത്തൊരു ടോയ്സ് വാങ്ങുന്നിടം വരെ ഇനി ഇത് തന്നെയായിരിക്കും അവൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഐലൻഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു തേങ്ങാ മുട്ടായി വാങ്ങിക്കുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം പിന്നെ സ്ഥിരം പരിപാടി പോലെ തന്നെ ഒരെണ്ണമല്ല കേട്ടോ, കുറേ എണ്ണം വാങ്ങിയേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.